family. അപ്പോൾ നമ്മളുടെ 10ാം ക്ലാസ് കഴിഞ്ഞ് +1ലേക്ക് പോകുന്ന എല്ലാ മക്കളും ഇപ്പോൾ അഡ്മിഷൻസിന്റെ തിരക്കിലായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് അഡ്മിഷൻസ് കൊടുക്കുന്നത്, ഓൺലൈൻ ആയിട്ട് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക, അപ്പോൾ നിങ്ങളുടെ എല്ലാ അഡ്മിഷൻ പ്രോസസ്സുകളിലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ നമ്മുടെ എക്സാം വിന്നർ ദാ ഇവിടെ ഫുൾ ഓൺ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് ആണ്. അപ്പോൾ എൻ്റെ കുട്ടികൾ എല്ലാവരും ഇപ്പോൾ SSLC എക്സാം കഴിഞ്ഞ് നിങ്ങൾ +1ലേക്ക് പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി മുതൽ നമ്മളുടെ SSLC ചാനലിൽ +1 അഡ്മിഷൻസ് റിലേറ്റ് ചെയ്ത കാര്യങ്ങളൊന്നും വീഡിയോസും കാര്യങ്ങളും ലൈവുകളും ഒന്നും ഉണ്ടായിരിക്കില്ല. അപ്പോൾ കംപ്ലീറ്റ്ലി SSLC അതായത് 9ാം ക്ലാസ്സിൽ നിന്നും 10ാം ക്ലാസ്സിലേക്ക് ഇപ്പോൾ പാസ് ഔട്ട് ആയിട്ട് വന്നിട്ടുള്ള SSLC സ്റ്റുഡൻസിനായിട്ടുള്ള വീഡിയോസും ലൈവുകളും മാത്രമായിരിക്കും ഇനി നമ്മളുടെ SSLC ചാനലിൽ ഉണ്ടായിരിക്കുക. അപ്പോൾ +1ൻ്റെ അഡ്മിഷൻസ് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ലൈവുകളും, നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ഇനി മുതൽ നമ്മുടെ +1ൻ്റെ ചാനലിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഒഫീഷ്യലി SSLC റിസൾട്ട് വന്നതിന് ശേഷം നിങ്ങൾ ഇനി +1ലേക്ക് മാറേണ്ട സമയമായിട്ടുണ്ട്. അപ്പോൾ ഇനി മുതൽ SSLC ചാനൽ അല്ല എൻ്റെ കുട്ടികളുടെ ചാനൽ, നിങ്ങളുടെ ചാനൽ +1 ചാനലാണ്. അപ്പോൾ വേഗം തന്നെ എക്സാം വിന്നർ +1 ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ ചാനലിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇല്ലെങ്കിൽ വെറുതെ ഒന്ന് സെർച്ച് ചെയ്താൽ മതി, എക്സാം വിന്നർ +1 എന്നടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ ചാനൽ കാണാൻ പറ്റും. അപ്പോൾ വേഗം തന്നെ SSLCയിൽ നിന്നും +1ലേക്ക് പോകുന്ന എൻ്റെ കുട്ടികൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ എല്ലാ അഡ്മിഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള അലോട്ട്മെൻറ്റ് എപ്പോൾ വരും, അലോട്ട്മെൻറ്റിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അഡ്മിഷൻസിന് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഓൺലൈനായിട്ട് എങ്ങനെയാണ് നിങ്ങൾ അഡ്മിഷൻസിന് വേണ്ടി അപ്ലൈ ചെയ്യുക, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ട എല്ലാ ഡൗട്ട്സും കാര്യങ്ങളും ഒക്കെ തീർത്ത് തരാൻ വേണ്ടിയിട്ട് നമ്മുടെ +1 ചാനലിലെ വീഡിയോസും കാര്യങ്ങളും ഒക്കെ അപ്ലോഡ് ആവുന്നുണ്ടാവും. അതുപോലെ തന്നെ +1ലേക്ക് കടക്കുന്ന എൻ്റെ എല്ലാ കുട്ടികളുടെയും ഒരുപാട് ഡൗട്ട്സുകൾ ഉണ്ടാവില്ലേ, അപ്പോൾ അതിനെല്ലാം നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഒരുപാട് ലൈവ് സെഷൻസ് നമ്മുടെ എക്സാം വിന്നർ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽസും കൂടെ നിങ്ങളോട് മിസ്സിന് പറയാനുണ്ട്. അപ്പോൾ അതിന് മുമ്പ് ബാക്കിൽ നിന്ന് കാണുന്ന ഇതേ കാര്യമാണ് മിസ് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. SSLCയിൽ നിന്നും +1ലേക്ക് മാറേണ്ട സമയമായി മക്കളെ. അപ്പോൾ എല്ലാവരും +1 ചാനൽ വേഗം തന്നെ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു വീഡിയോ ഇപ്പോൾ തന്നെ പോസ് ചെയ്യുക, വേഗം പോയി +1 ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബാക്കി നിങ്ങൾ കാണണം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് വീക്ക് എൻ്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ +1 ചാനലിൽ വരാൻ വേണ്ടി പോകുന്ന ലൈവുകൾ മിസ് ജസ്റ്റ് ഒന്ന് പറയാം. അപ്പോൾ നോക്കാം, May 14th നമ്മുടെ അഗ്നി ബാച്ച് ഓറിയൻറ്റേഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. അതായത് ഇന്ന് അഗ്നി ബാച്ചിൻ്റെ ഓറിയൻറ്റേഷൻ ഉണ്ട്. ദെൻ 16th +1ൽ നമുക്കറിയാം നമ്മുടെ ഫുൾ മാർക്ക് എന്ന് പറയുന്നത് 520 മാർക്കാണ് അല്ലേ. അപ്പോൾ ഈ 520 മാർക്കിൽ 520 മാർക്ക് തന്നെയാണ് നമ്മൾ എയിം ചെയ്യേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് 520 ഔട്ട് ഓഫ് 520 നിങ്ങൾക്ക് നേടാൻ വേണ്ടി പറ്റുക? അപ്പോൾ അൾട്ടിമേറ്റ് ആയിട്ടുള്ള അതിനുള്ള സ്റ്റഡി പ്ലാൻ, ഒരു റോഡ് മാപ്പ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ലൈവായിട്ട് പറഞ്ഞു തരാൻ May 16th നമ്മുടെ +1 ചാനലിൽ ലൈവ് ഉണ്ടായിരിക്കും. സോ നിങ്ങൾ ആരും മിസ് ചെയ്യാൻ പാടില്ല. അതിനുശേഷം May 18th ഹൗ ടു പ്രിപ്പയർ ഫോർ നീറ്റ് 2026, അതായത് നിങ്ങൾ 10ാം ക്ലാസ് കഴിഞ്ഞ് നിങ്ങൾ എഴുതാൻ പോകുന്ന നീറ്റ് എക്സാം 2026ലെ നീറ്റ് എക്സാമാണ്. അപ്പോൾ ആ ഒരു നീറ്റ് എക്സാമിൻ്റെ കംപ്ലീറ്റ് പ്ലാൻ നിങ്ങൾക്ക് വേണ്ടി റിവീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലൈവ് ഉണ്ടായിരിക്കും. സോ നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്നവർ എന്തായാലും ഈ ഒരു ലൈവ് നിങ്ങൾ മിസ് ചെയ്യാതെ കാണുക. അതിനുശേഷം May 20th ഹൗ ടു പ്രിപ്പയർ ഫോർ JEE അല്ലേ. അപ്പോൾ ഒരുപാട് പേർക്ക് അടിപൊളി IITസിലും NITസിലൊക്കെ എഞ്ചിനീയറിംഗ് ഒക്കെ പഠിച്ച് പോകുന്ന ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ അവർക്ക് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ JEE 2026. അപ്പോൾ JEE 2026 ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള റോഡ് മാപ്പുമായിട്ടാണ് നമ്മളുടെ എക്സാം വിന്നർ ഫാമിലി May 20th വരും. ദെൻ അതിനുശേഷം May 22nd നമ്മുടെ JEE യോധ ബാച്ചിൻ്റെ ലോഞ്ച് ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ അതും നിങ്ങൾ മിസ് ചെയ്യാതിരിക്കുക. ദെൻ May 23rd കരിയർ ഓപ്ഷൻസ് അതർ ദാൻ MBBS അല്ലേ. നമുക്കറിയാം, നമുക്ക് MBBS ഡോക്ടേഴ്സിനും എഞ്ചിനീയേഴ്സിനും മാത്രം പോരാ, ഒരുപാട് അടിപൊളി കരിയേഴ്സ് നിങ്ങളുടെ മുമ്പിലുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് മുന്നിൽ തുറന്ന് കാണിക്കാൻ വേണ്ടി, നിങ്ങൾക്ക് ആ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ആ പോസിബിലിറ്റീസ് തുറന്നു തരാൻ വേണ്ടിയിട്ടാണ് May 23rd കരിയർ ഓപ്ഷൻസ് അതർ ദാൻ MBBS ആൻഡ് എഞ്ചിനീയറിംഗ് എന്നുള്ളൊരു ലൈവ് ഉണ്ടായിരിക്കും. സോ നിങ്ങൾ അത് മിസ് ചെയ്യാതിരിക്കുക. ദെൻ May 25th ഓൾ എൻട്രൻസ് എക്സാംസ്, അതായത് +1 ആൻഡ് +2ൽ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കുന്ന എന്തൊക്കെ എൻട്രൻസുകളുണ്ട് അത് നിങ്ങൾക്ക് പറഞ്ഞ്, പല എൻട്രൻസ് എക്സാം എൻ്റെ കുട്ടികൾക്ക് അറിയുന്നുണ്ടാവില്ല അല്ലേ, അതെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഒരു ലൈവ് ഉണ്ടായിരിക്കും. സോ ഈ ലൈവുകൾ ഒന്നും എൻ്റെ കുട്ടികൾ മിസ് ചെയ്യരുത്. സോ വേഗം തന്നെ ഇനി നിങ്ങളുടെ ചാനൽ +1 ആണെന്ന് തിരിച്ചറിയുക, വേഗം തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് നിങ്ങളുടെ ഈ എല്ലാ ലൈവുകളും കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്യുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ മക്കളെ, അപ്പോൾ നിങ്ങൾ +1 ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ താഴെ കമൻറ്റ് ചെയ്യുക, യെസ് മിസ് സബ്സ്ക്രൈബ്ഡ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ താങ്ക് യു മക്കളെ. കൂടുതൽ അപ്ഡേറ്റ്സുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.